അങ്ങനെ ഓരോ സ്റ്റേഷൻ അടുത്ത ഏതാണ് അവൻ പറയും. സ്കൂളിൽ നിന്നോ മദ്രസയിൽ നിന്നൊക്കെ ഉണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഉള്ളിൽ പല വികാരങ്ങളുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും. അത് നമ്മൾ തിരിച്ചറിയണം. സ്നേഹത്തിന്റെ 5ാമത്തെ വശമാണ്. അപ്പോ വിഷമിച്ചു കൊണ്ട് വരുന്ന ഒരു കുട്ടി സ്കൂളിൽ നിന്നും വളരെ വിഷമത്തോടു കൂടി വരും. ആ സമയത്ത് നമ്മൾ മനസ്സിലാകുന്നത് എനിക്ക് എന്തോ ഒന്ന് പ്രശ്നമുണ്ട്. നമുക്കത് കാണുമ്പോൾ ചില ആളുകൾക്ക് ദേഷ്യം വരും. അല്ല, മൂണ്ട കണ്ടതെന്ന് തരാൻ തോന്നും. അങ്ങനെ പറഞ്ഞു എന്തത്ര 5 കിലോ പാടില്ല. ചിലപ്പോൾ എന്തെങ്കിലും വലിയ പ്രശ്നമായിരിക്കും. ആ പ്രശ്നങ്ങൾ മെല്ലെ മെല്ലെ എടുക്കണം. ഇന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്താണ് എന്ന് മെല്ലെ മെല്ലെ സ്നേഹപൂർവ്വം കുട്ടിയോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും. കുട്ടി പറയും. അതല്ല, ഭർത്താവ് കയറിയേ വൈകുന്നേരം ടെൻഷൻ അടിച്ച് കയറി, എന്തോ ഓഫീസിൽ പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടായി, അത് പരിഹരിക്കാനാവാതെ അതിന്റെ പ്രശ്നം സൊല്യൂഷൻ കണ്ടെത്താതെ, പരിഹാരം കാണാതെ അദ്ദേഹം കയറിയ വീട്ടിലേക്ക്. ആ സമയത്ത് ഭാര്യയ്ക്ക് മുഖം കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഭാര്യ ഉണ്ടാതെ അടുക്കളയിൽ പോയി ആണെങ്കിൽ എടുത്തോ എന്നുള്ള എനിക്കുള്ളൊരു ചായക്കൊന്ന് കൊണ്ടു കൊടുത്തു. പാടില്ല. നമ്മൾ ആ ഒരു മുഖം കാണുമ്പോൾ തന്നെ മെല്ലെ മെല്ലെ പ്രശ്നങ്ങൾ ഇങ്ങനെ അരിച്ചരിച്ചിങ്ങനെ എടുക്കണം. മെല്ലെ എടുത്തെടുത്ത് എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ, ചിലപ്പോൾ ആ പ്രശ്നത്തിനുള്ള പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിലും സാന്ത്വനം കൊടുക്കണം. അപ്പൊ തന്നെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ഭാര്യയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മൾ ജോലിക്ക് പോയ സമയത്ത് ഉണ്ടാവും. ആ സമയത്ത് പറഞ്ഞു കൊടുക്കണം. അല്ല, ആ സമയത്ത് വരുമ്പോ നമ്മളെ പ്രശ്നങ്ങൾ എടുക്കണം. അത് എന്നിട്ട് മെല്ലെ മായ്ച്ചു കളയണം. അപ്പൊ ഉള്ളിലുള്ള വികാരങ്ങൾ എടുക്കാൻ കഴിയുന്നുണ്ടോ, പ്രശ്നങ്ങൾ മായ്ക്കാൻ കഴിയുന്നുണ്ടോ? സ്നേഹത്തിന്റെ 5ാമത്തെ വശമാണത്. അതെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്നേഹം വർദ്ധിക്കും. കുറെ കൂടുതൽ ഉദാഹരണങ്ങൾ വെച്ച് പറയണമെന്നുണ്ട്, സമയമില്ല. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് സമാധാന കേന്ദ്രമായിട്ട് വീടെപ്പോഴും സ്കൂള് കഴിഞ്ഞ് കുട്ടി വീട്ടിലേക്ക് വരുമ്പോ വീട്ടിലെത്താൻ കൊതിക്കണം. ചിലപ്പോ ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് ഉമ്മാന്റെ അത് കേൾക്കണം, അല്ലെങ്കിൽ ഉപ്പാന്റെ വേണ്ടിയിട്ടുള്ള അടി കിട്ടണം, ഉപ്പാന്റെ മറ്റേ വർത്തമാനം കേൾക്കണം എന്നൊക്കെ ചില കുട്ടികൾ പറയാറുണ്ട്. പല കുട്ടികൾ അങ്ങനെ പറയാറുണ്ട്. വീട് സമാധാന കേന്ദ്രമാവാത്തുണ്ട്. എങ്ങനെ സമാധാനം ഉണ്ടാവാം? നമ്മൾ നേരത്തെ പറഞ്ഞ ആ 5 വർഷങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് അത് പിൻപറ്റുകയാണെങ്കിൽ ശരിക്കും വീട് സമാധാന കേന്ദ്രം തന്നെ ആയിരിക്കും. എന്താ കുടുംബത്തെ കുറിച്ച് പറയുന്നത്? ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമിൻ ആയാതി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ. അസ്വാജ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു. എന്താ കാരണം? എന്തിനു വേണ്ടി? ലിതസ്കുനു, നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ, അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി. അപ്പൊ സ്വന്തം ശരീരത്തിൽ തന്നെ ഇണയെ സൃഷ്ടിച്ചത് ഖുർആൻ പറയുന്നത് ലിതസ്കുനു, സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അത് സമാധാനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റീചാർജ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു റീചാർജിങ് സംവിധാനം വീട്ടിലുണ്ടെങ്കിൽ വീടെപ്പോഴും സ്വർഗമായിരിക്കും. മറ്റു സ്ഥലത്ത് പറയുന്നുണ്ട് ഹുന്ന ലിബാസുല്ലക്കും വാൻതും ലിബാസുല്ലഹും. പിന്നെ ഭാര്യമാര് ലിബാസുല്ലക്കും, ലിബാസ് പറയാൻ എന്താ? വസ്ത്രം അല്ലെ, ഡ്രസ്സാണ്. ഹുന്ന ലിബാസുല്ലക്കും, അവര് നിങ്ങൾക്കുള്ള വസ്ത്രം. അൻതും ലിബാസുല്ലഹുന്ന, നിങ്ങളോ അങ്ങോട്ടുള്ള വസ്ത്രം തന്നെ. പരസ്പരം വസ്ത്രമാണ്. എന്താ വസ്ത്രം എന്ന് പറയാൻ കാരണം? വസ്ത്രം എന്തിനാ ഉപയോഗിക്കാൻ? വസ്ത്രത്തിന്റെ പ്രത്യേകതകളൊന്നും എടുത്തു നോക്കും. ഒന്ന്, നമ്മൾ സെലക്ട് ചെയ്യും. ഞാൻ സെലക്ട് ചെയ്താണ് എന്റെ ഈ വസ്ത്രം. ഞാൻ തിരൂരിലെ കടയിൽ പോയി എടുത്തത്. അപ്പോ ഞാൻ തന്നെ സെലക്ട് ചെയ്യുക. സ്വന്തം ഇണയെ നമ്മൾ സെലക്ട് ചെയ്യുന്നതല്ലേ വസ്ത്രം. അങ്ങനെയാണ്. വസ്ത്രം എപ്പോഴും വൃത്തിയായിരിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടാകും. നമ്മുടെ ഭാര്യയും ഭർത്താവും പരസ്പരം വസ്ത്രമാണെങ്കിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സും ശരീരവും വൃത്തിയായിരിക്കണം നമുക്ക് ആഗ്രഹമാണ്. വസ്ത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താ? നമ്മുടെ ശരീരത്തിലെ അയവ് മറക്കാനുള്ളതാണ് വസ്ത്രം. ഭാര്യയുടെ
ഐബ് മറക്കണാവണം നമ്മൾ. ഭർത്താവിന്റെ ന്യൂനതകൾ മറക്കുന്നതാവണം ഭാര്യ. വസ്ത്രത്തെ കുറിച്ച് അങ്ങനെ വസ്ത്രത്തിന്റെ എന്തൊക്കെ സ്പെഷ്യാലിറ്റിന്റെ എന്തൊക്കെ പ്രത്യേകത ഉണ്ട് അതൊക്കെ ഈ ജീവിതത്തിൽ ശരിക്കും നോക്കും. നിങ്ങൾ നോക്കും, വസ്ത്രത്തിൽ ഒരു കറ ഒന്നും വിചാരിക്കും. നമ്മളിങ്ങനെ നടന്നു പോവാൻ എന്തെങ്കിലും ഒരു കറ വന്നു ശരിക്കും അത് കാണും അല്ലേ? ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കാണും, ഭാര്യയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കും. അപ്പൊ വസ്ത്രങ്ങൾ ഏത് രീതിയിൽ നമ്മൾ സൂക്ഷിക്കുമോ, നമ്മൾ സ്വയം സെലക്ട് ചെയ്യുന്നു, നമ്മൾ തന്നെ അത് വൃത്തിയായി സൂക്ഷിക്കുന്നു, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം തിരഞ്ഞെടുക്കും. ഇതൊക്കെ നമ്മളുടെ അയബുകൾ, നമ്മുടെ ന്യൂനതകൾ മറക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഇതൊക്കെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ വരും. എത്ര കറക്റ്റാണ് ഈ ഉദാഹരണം. ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹും. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സുകളാണ്, ഡ്രസ്സിന്റെ അതേപോലെ ആയിരിക്കണം. അപ്പൊ കുടുംബത്തെ കുറിച്ച് ഇസ്ലാം പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ സ്നേഹമുള്ള വീടിനെ കുറിച്ച് പറഞ്ഞു. സ്നേഹമില്ലാത്ത വീട് ഖബറിടം പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ തന്നെ അവിടെ മിണ്ടാട്ടുണ്ടാവില്ല, സംസാരമില്ല, പരസ്പരം ഒന്നിച്ചുള്ള സംസാരങ്ങളില്ല, ചർച്ചകളില്ല. പള്ളിക്കാട്ടിലേക്ക് സലാം പറഞ്ഞാരെന്ന് പറയാറില്ലേ? എന്താ പള്ളിക്കാട്ടിലേക്ക് സലാം പറഞ്ഞാരെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മടക്കൂല അല്ലേ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ആരൊന്നും മിണ്ടണില്ല. എന്താ പള്ളിക്കാട്ടിലേക്ക് സലാം പറഞ്ഞായിരുന്നു. ചില വീട്ടുകാരി അങ്ങനെ ആയിരിക്കും, ആരും ഇങ്ങോട്ട് ഒരു പ്രതികരണം ഉണ്ടാവില്ല. അപ്പൊ അതാണ് കബറിടം പോലെ, സ്നേഹമില്ലാത്ത വീട് കബറിടം പോലെ എന്ന് പറയുന്നത്. വീട് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രഥമ വിദ്യാലയമാണ്, നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ ഒരു സ്കൂൾ തന്നെയാണ്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ വീടിനെ കാണുകയും വേണം. വീട്ടിൽ ചെയ്യേണ്ടത് പരമാവധി ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഒരുമിച്ച് ചെയ്യുക ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. ഉമ്മ ലാസ്റ്റ് അവസാനം ഉമ്മ കഴിക്കും, ആദ്യം കുട്ടികൾ കഴിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലുള്ള ഉപ്പ് കഴിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടാവും ചില വീട്ടിൽ. തെറ്റാണ്, വലിയ ബോറാണ്, വളരെ ബോറാണ്, മോശം. ആദ്യം ഒരാൾക്ക് കൊടുക്കുക, പിന്നെ വേറെ കൊടുക്കുക, അവസാനം എല്ലാം കഴിഞ്ഞതിന് ചുമ്മാ ഭക്ഷണം കഴിക്കുക. പാടില്ല. അങ്ങനെ വീടല്ലോ ഭക്ഷണം കഴിക്കുക. നമ്മൾ ഏറല്ലോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് തീരുമാനിക്കുക, അങ്ങനെ തന്നെ കഴിക്കുക. അതിനൊരു രസം വേറെ തന്നെയാണ് അല്ലേ? നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരുമിച്ചിരിക്കുന്നത് ചെറിയൊരു വ്യത്യാസമല്ലേ? ചെറുതല്ല, വലിയ വ്യത്യാസം തന്നെ ഉണ്ട് അല്ലേ? വ്യത്യാസമുണ്ട്. സ്നേഹം വർദ്ധിക്കുന്നു. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളമ്പിയൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കുവെച്ച് കഴിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ആ രീതിയിലൊക്കെ സംസാരിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു രസം വേറെ തന്നെ. ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കണം ഏത് കാര്യം. ഒരുമിച്ച് യാത്ര ചെയ്യാം, ഫാമിലി യാത്ര ചെയ്യാം, നല്ലതാണ്. ഫാമിലി ആയിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു വാഹനത്തിൽ നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ പോവാം, അങ്ങനെ നല്ലതാണ്. ഉപ്പ് മാത്രം എല്ലാ കുടുംബത്തിലും കറങ്ങും, ഉമ്മാനെ പെരയിലിടും ചെയ്യും. അതുപോലെ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കണം പരമാവധി. അപ്പൊ ഏത് കാര്യവും ഒരുമിച്ച് നിസ്കരിക്കാൻ ചെയ്യും, വളരെ നല്ലതാണ്. ഒരുമിച്ച് നിസ്കരിക്കാൻ ശ്രമിക്കണം. ഉമ്മയും കുട്ടിയും ഒരുമിച്ച് നിസ്കരിക്കാം, എത്രയോ നല്ലത്. ഉമ്മ ലാസ്റ്റ് നിസ്കരിക്കും, പരമാവധി എങ്ങനെയായിരിക്കും അവസാന സമയത്ത് വീട് നിസ്കരിക്കും. അടുത്ത അവസരം കൂടെ ആയല്ലോ. പരമാവധി അതിനൊരു സമയം കണ്ടെത്തി ഏതായാലും നിസ്കരിക്കണം. സമയം കണ്ടെത്തിയിട്ട് കുട്ടിയെയും എല്ലാവരും വിളിച്ചിട്ട് ഒന്ന് നിസ്കരിക്കും. അപ്പൊ ഒരുമിച്ച് ചെയ്യല്ല എന്നുള്ളത് സ്നേഹം വർദ്ധിക്കാനുള്ള മറ്റൊരു സംഗതി. വീടിൽ നമ്മുടെ വീട് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ വളർത്തും. ഇനി വ്യത്യസ്തമായ ഒരു വിഷയം ചർച്ച ചെയ്യാം, ശിക്ഷിക്കാൻ. വീണ്ടും കുട്ടികളിലേക്ക് മടങ്ങി വരാം. ശിക്ഷിക്കാൻ പറ്റുമോ പറ്റില്ല? ഞാൻ നിങ്ങളോട് ചോദിക്കണം, ശിക്ഷിക്കാൻ പറ്റുമോ പറ്റുമോ? പറ്റും. അമ്മമാരുടെ അഭിപ്രായം പറ്റും എന്നായിരിക്കും അല്ലെ? പറ്റുമോ? കുട്ടികൾ വേണ്ടെന്ന് പറയുന്നു, മുന്നിൽ നിൽക്കുന്ന കുട്ടികൾ ഇല്ലാന്ന് പറയുന്നു. ചർച്ച ചെയ്യാം. ശിക്ഷിക്കാൻ പറ്റും ചോദിച്ചാൽ പറ്റും, പക്ഷേ നിബന്ധനയുണ്ട്. ശിക്ഷിക്കുന്നതിന് നിബന്ധനയുണ്ട്. അതിന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാതും പറഞ്ഞിട്ടുണ്ട്. അതാണ് രസം. ഇതൊക്കെ മനഃശാസ്ത്രം പറയുന്നതിന്റെ എത്രയോ കറക്റ്റായിട്ട് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ തുടർച്ചയാണ് ഇപ്പോഴത്തെ പറഞ്ഞത്. ശിക്ഷിക്കൽ എങ്ങനെയായിരിക്കണം എന്ന് ശരിക്കും നോക്കാം. ഒരിക്കലും നമ്മുടെ ദേഷ്യം തീർക്കാനുള്ള ഉപകരണമല്ല കുട്ടികൾ. ദേഷ്യം പിടിച്ചാലാണ് നമ്മൾ അടിക്കുക അല്ലേ?
വേണ്ട ഇത് ദേഷ്യം പിടിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞ ദേഷ്യം പിടിച്ചാലാണ് നമ്മൾ അടിക്കുക. ശരിക്കും ദേഷ്യം പിടിച്ചിട്ട് അടിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ എല്ലാ ദേഷ്യവും അങ്ങോട്ട് കൊടുക്കും അല്ലെ, അങ്ങോട്ട് ചാർത്തും അവന്റെ മേൽ, കുട്ടിയുടെ മേൽ. അതായിരിക്കും ഉണ്ടാവും. അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ദേഷ്യം പിടിച്ചിട്ടല്ല അടിക്കേണ്ടത്. നമ്മുടെ ദേഷ്യം തീർക്കാനുള്ള ഒരു മാധ്യമം, ഒരു ഉപകരണമല്ല കുട്ടികൾ. അങ്ങനെ മനസ്സിലാക്കണം, അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതിലൊരാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോ ഒരു ശത്രു അലിയുടെ മുഖത്തു മുഖത്തേക്ക് ശത്രു തുപ്പി. അലിറങ്ങാൻ ഉടനെ ഊരി പിടിച്ച വാള് ബാക്കിലേക്ക് വെട്ടാനും ചോദിച്ചു പറഞ്ഞു. അതെ, ആ സമയത്ത് ഞാൻ വെട്ടുകയാണെങ്കിൽ എന്റെ ദേഷ്യം തീർക്കലായി മാറി. അവൻ എന്നെ തുപ്പി, ആ തുപ്പിയപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചു. അപ്പോഴെങ്ങാനും വെട്ടുകയാണെങ്കിൽ അള്ളാഹുവിന്റെയും റസൂലിനും പേരിലായി മാറില്ല യുദ്ധം, എന്റെ ദേഷ്യം തീർക്കലായി മാറും എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ മരിച്ചത്. എന്തൊരു സൂക്ഷ്മതയാണ്! അപ്പൊ അത്രയും ദേഷ്യം ഒരിക്കലും നമുക്കുണ്ടാവില്ല. യുദ്ധം ചെയ്യാണ്, ആ അവസരത്തിൽ ശത്രു തുപ്പി എന്ന് പറഞ്ഞാൽ എത്ര ദേഷ്യം ഉണ്ടാവും? ആ അവസരത്തിൽ വരെ പിൻവാങ്ങി. നമുക്ക് ഏറിപ്പോയാൽ അതിന് എത്ര ഉണ്ടെങ്കിലും അതിന് താഴെയല്ല ഉണ്ടാവുള്ളൂ. നമ്മുടെ ദേഷ്യം ചുരുക്കും. ആ സമയത്ത് ദേഷ്യം പിടിച്ചാൽ അതിനുള്ള വേറെ വഴികളുണ്ട്, ദേഷ്യം മാറ്റാനുള്ള വേറെ വഴികളുണ്ട്. അപ്പൊ ദേഷ്യം തീർക്കലായി മാറുമ്പോൾ ദേഷ്യം മാറ്റാനുള്ള ഓരോ വഴികൾ പറഞ്ഞില്ലേ ഇസ്ലാം പറയുന്നുണ്ടല്ലോ. എന്താ പറയുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാം അല്ലെ? കാരണം ശൈത്താനിൽ നിന്നാണ് ദേഷ്യം, അങ്ങനെ പറയാം. അത് മറന്നില്ലേ എന്ത് ചെയ്യാം? നിൽക്കുകയാണെങ്കിൽ ഇരിക്കാൻ പറയുന്നുണ്ട്. കാരണം പൊസിഷൻ മാറ്റണം. അനുശാസനം പറയുന്നത് പൊസിഷൻ മാറ്റം. നിന്നുകൊണ്ട് ദേഷ്യം ഇങ്ങനെ തളച്ചിരിക്കണം. ഒന്ന് ഇരുന്നാൽ ചിലപ്പോൾ അത് പൊസിഷൻ മാറിയത് കൊണ്ട് ദേഷ്യം മാറി, കുറച്ച് മാറ്റണ്ടോ. ഇരിക്കുകയാണ്, ഇരുന്നിട്ട് ദേഷ്യം പിടിക്കുന്നത്. കിടന്നു നോക്കണം ഇസ്ലാം പറയുന്നത്. എന്നിട്ട് മാറില്ലേ പോയി ഒന്നെടുക്കാം. തണുത്ത കിടന്നു നോക്കണം ഇസ്ലാം പറയുന്നത്. വെള്ളം മുഖത്ത് തട്ടുമ്പോ ചിലപ്പോ ദേഷ്യം മാറാൻ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മുഖം എത്രമാത്രം സുന്ദരമാണെന്ന് മനസ്സിലാക്കും. അതാണ് ദേഷ്യം മാറ്റാനുള്ള വഴി നമ്മൾ നോക്കണം. നേരെ ആ സമയത്ത് അടിക്കല്ല. എന്നിട്ട് ചെയ്യേണ്ടത് വേറെ ഒരു സാധാരണ ഉദാഹരണം പറയാറുണ്ട്. കേരളത്തിലെ കുട്ടികൾക്ക് പറയാറുണ്ട്, സാധാരണ ക്ലാസ് എടുക്കുന്നവരൊക്കെ പറയാറുണ്ട്, കേരളത്തിലെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് സമയം 9 മണിന്റെ 7 മണിന്റെ 7:30യും 9:00 വേറെ കുട്ടീനെ സ്കൂൾക്ക് പറഞ്ഞേക്കണം, വേറെ ഭർത്താവിനെ ഫോണിനടുത്തേക്ക് ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഒന്ന് ഭയങ്കര ബിസി ആയിരിക്കും ആ സമയത്ത്. അത്രയും തിരക്കുള്ള സമയത്ത് കുട്ടി എന്തെങ്കിലും ചെറിയൊരു സംഗതി ചെയ്താൽ നമുക്ക് ആദ്യം ദേഷ്യം പിടിച്ചു നന്നായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു തെറ്റൊന്നും ആവില്ല ചെയ്തത്, തലേന്ന് ഇതിനേക്കാൾ വലിയൊരു തെറ്റ് കുട്ടി തന്നെ ചെയ്ത് കുട്ടിക്ക് തന്നെ ഓർമ്മയുണ്ട്. ആ സമയത്ത് അടിയൊന്നും കിട്ടിയില്ല, ഈ സമയത്ത് ഭയങ്കര ഒരു അടി കിട്ടി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത്, അതായത് നമ്മൾ അങ്ങനെ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ദേഷ്യം പിടിച്ചു, ആ ദേഷ്യം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യല്ല വേണ്ട, ഒരിക്കലും അങ്ങോട്ട് കൊടുക്കല്ല വേണ്ട. നമ്മൾ ചിന്തിച്ചിട്ട് മാറ്റിയെടുക്കാം. എന്നിട്ട് വടി ഉപയോഗിക്കാം. നിബന്ധനയുണ്ട്. എന്താ? ഒന്നാമത്തത്, ശിക്ഷ എന്തിനാണെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തണം. അപ്പൊ ശിക്ഷിക്കുമ്പോ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം, നിന്നെ ശിക്ഷിക്കുന്നത് ഇല്ല, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണ് നിന്നെ ശിക്ഷിക്കുന്നത്, അല്ലെങ്കിൽ തെറ്റ് കഴിഞ്ഞു, ഇത് തെറ്റാണ് മോനെ, അതുകൊണ്ട് തെറ്റ് ചെയ്യാൻ പാടില്ല, ഇനി ചെയ്യാതിരിക്കാനാണ് അടി ഒന്ന് പറയണം. ശിക്ഷിക്കുന്നത് എന്തിനാണെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തണം. രണ്ടാമത്തത്, തെറ്റിന്റെ സ്വഭാവം അനുസരിച്ച് ശിക്ഷിക്കണം. ചെറിയ തെറ്റാണ്, ആ തെറ്റിന് ശിക്ഷിക്കേണ്ടത് ചിലപ്പോൾ അതിന് ചൂരിലെടുത്ത് 3-4 അടി അടിച്ചു, അത് പാടില്ല. ചെറിയ തെറ്റാണ്, ആ തെറ്റിന് ചിലപ്പോൾ നമ്മൾ കണ്ണുരുട്ട് നോക്കിയാൽ മതി, ശിക്ഷയാണ്. ഒരു ആക്ഷൻ മതി, ശിക്ഷയാണ്. വലിയ തെറ്റാണ്, അവന് ചെയ്യും പിടിച്ചാലും എല്ലാം തിരിഞ്ഞു, അവൻ ചെയ്യാൻ പാടില്ല. തെറ്റിന്റെ സ്വഭാവം അനുസരിച്ച് ശിക്ഷിക്കണം. മൂന്നാമത്തത്, കൃത്യസമയത്ത് തന്നെ ശിക്ഷിക്കണം. ഈ 3 കാര്യം നോക്കിയാൽ മതി. അത് പറയാൻ കാരണം,
ഇപ്പൊ രാവിലെ ഉമ്മക്ക് ഭയങ്കര ബിസിയുള്ള സമയത്താണ് കുട്ടി തെറ്റ് ചെയ്തത്. ആ സമയത്ത് കുട്ടി ചെയ്യുന്ന തെറ്റ് ഉമ്മ കണ്ടു. ഉമ്മനെ മനസ്സിലാണ് അതവിടെ നിൽക്കട്ടെ, അവർക്ക് രാത്രി കാണിച്ചു കൊടുക്കും. ഉമ്മ അതിങ്ങനെ തെറ്റിങ്ങനെ സൂക്ഷിച്ചു. രാത്രി സമയത്താണ് ഓർമ്മയത്, ഒരടി കളാവ് വീട്ടാണ്ടല്ലോ എന്ന് ഉമ്മക്ക് ഓർമ്മയായി. ഉടനെ അവനെ വിളിച്ചു, ഈ രാവിലെ 8:30 ഞാൻ അവിടെ ഇങ്ങനെ പത്തിരി ചുടുമ്പോ അവിടെ എന്താ കളിച്ചിരുന്നത്, അതിനാണ് ഈ അടി എന്ന് പറഞ്ഞിടത്തിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ 3 കാര്യം ചിന്തിക്കണം ശിക്ഷിക്കുന്നു. ഒന്ന്, എന്തിനാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. 2, തെറ്റിന്റെ സ്വഭാവം അനുസരിച്ച് ശിക്ഷിക്കുക. 3, കൃത്യ സമയത്ത് ശിക്ഷിക്കുക. ഇത് 3 നമ്മൾ പാലിക്കുന്നുണ്ട് എങ്കിൽ തെറ്റിൽ നിന്നും നല്ല പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ശിക്ഷിക്കുന്നത് വരെ പോസിറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് ബെനിഫിറ്റ് നമ്മൾ കാണണം. എന്തിനാണ് നമ്മൾ ശിക്ഷിക്കുന്നത്? ഒരു ബെനിഫിറ്റ്, ഒരു ഉപകാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ആ ഉപകാരം കാണണമെങ്കിൽ ഈ 3 കാര്യം ചിന്തിക്കാം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ശിക്ഷ പോസിറ്റീവ് ആയുള്ള ഒരു അനുഭവം. എടപ്പാൾ സ്കൂളിൽ പഠിപ്പിക്കുന്നിരുന്നാണ്. ഞാൻ കുട്ടികൾ തമ്മിൽ നല്ല അടുപ്പായിരുന്നു. അങ്ങനെ ഒരു ദിവസം 9ാം ക്ലാസ്സിലെ കുട്ടി ചെറിയൊരു പ്രശ്നം കാണിച്ചു. ആ കുട്ടിയെ പ്രശ്നം കാണിച്ചു തുടങ്ങി. ഞാൻ സ്റ്റാൻഡപ്പ് എഴുന്നേൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അപ്പൊ അവന് ചെറിയൊരു മടി എഴുന്നേൽക്കും. ചെറുതായിട്ടൊന്ന് അഹങ്കാരം കാണിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് അവനെ ശിക്ഷിക്കുന്നത്. അവിടെ ആ സ്കൂൾ അവൻ പുറത്തു പോയില്ല. വടി കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ദേഷ്യം പിടിച്ചിരിക്കുന്നു. വടി കൊണ്ടുവന്ന ഉടനെ ഞാൻ അവനെ അടിച്ചു. വടി കൊണ്ടുവന്നിട്ട് കുട്ടികളൊക്കെ പേടിച്ചിരിക്കണം. ഞാൻ വടി ഉപയോഗിക്കാറില്ല. അവിടെ 9ാം ക്ലാസ്സിൽ വടി കൊണ്ടുവന്ന കുട്ടികളൊക്കെ പേടിച്ചിരുന്നിട്ട് ആ സമയത്ത് ഞാൻ കുട്ടികളോട് വെച്ചു, ഞാൻ ഗെറ്റ് ഔട്ട് പറഞ്ഞു. ഫസ്റ്റ് ഗെറ്റ് ഔട്ട് ഇൻ ദി വേൾഡ്. ലോകത്ത് ആദ്യമായിട്ട് ആരെ ഗെറ്റ് ഔട്ട് അടിച്ച് നിങ്ങൾക്ക് അറിയുന്ന കുട്ടികളോട് വെച്ചു. കുട്ടികളെ പേടിച്ചിട്ട് എന്താ കുട്ടികളൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് അല്ലാഹ് ഹു സെഡ് ഫസ്റ്റ് ഗെറ്റ് ഔട്ട്. ആദ്യമായിട്ട് ഗെറ്റ് ഔട്ട് എന്ന് പേടിച്ചത് പോയി അല്ലാഹു. അപ്പൊ കുട്ടികൾ പിടികിട്ടി എന്താണ് സംഭവം. എന്നിട്ട് ഞാൻ വിശദീകരിച്ചു എന്തിനായിരുന്നു, ആരോടായിരുന്നു ഗെറ്റ് ഔട്ട് അടിച്ച്? ഇബ്ലീസിനോട് അല്ലേ? ഉഖ്റുജ് എന്ന് ഖുർആനിലുണ്ട്. ഉഖ്റുജ് എന്നുള്ളതിനകത്ത് ഗെറ്റ് ഔട്ട്, പുറത്തു പോകണം. സ്വർഗത്തിൽ നിന്നും ഇബ്ലീസിനെ ഗെറ്റ് ഔട്ട് അടിച്ചോളൂ. എന്താ കാരണം? കിബിർ കാണിച്ചു അല്ലെ? സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ചെയ്തില്ല, കിബിർ കാണിച്ചു. ഞാൻ കുട്ടികളോട് പറഞ്ഞു, ഇവൻ ഇവിടെ കാണിക്കുന്നത് കിബിറല്ലേ? പുറത്തു പോകാൻ പറഞ്ഞു. അവൻ തെറ്റ് കണ്ടു. തെറ്റ് ഞാൻ എഴുന്നേറ്റ് നിർത്തിച്ചു. അപ്പൊ അവൻ നിൽക്കുന്നില്ല. കിബിറല്ലേ? കിബിർ കണ്ടപ്പോ ഞാൻ ഗെറ്റ് ഔട്ട് അടിച്ചു. ഞാൻ ചെയ്തത് തെറ്റോ ശരി നിങ്ങൾ പറയണം. കുട്ടികൾ തലതായിട്ട് തെറ്റാണെന്ന് സംബന്ധിച്ചു 3 അടി കൊടുത്തു, പുറത്താക്കി. ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. അതിന്റെ ബെനിഫിറ്റ് ആയി. ശേഷം കുട്ടികളുടെ പ്രതിനിധികൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ ക്ഷമിക്കാം, അറിയാതെ അവൻ്റെ അടുത്ത് സംഭവിച്ചതാണ്, ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞത് പ്രശ്നമില്ല. അങ്ങനെ ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി വന്നു. ആ കുട്ടി തന്നെ വന്നു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, കരഞ്ഞു പറഞ്ഞു, അറിയാതെ പറ്റിപ്പോയതാണ്, ക്ഷമിക്കൂലേ എന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവനെ ഉപദേശിച്ചു നല്ലതായിട്ട്. എനിക്കും കിട്ടിയൊരു ചാൻസാണ്, ഉപദേശിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ ഉമ്മയെ ബന്ധപ്പെട്ടു. വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉമ്മയായിട്ട് പങ്കുവെച്ചു. ഉമ്മാരുടെ അടുത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉമ്മയുമായിട്ട് പങ്കുവെച്ചപ്പോൾ ഉമ്മാന്റെ പ്രശ്നവും തീർക്കാൻ എനിക്ക് സാധിച്ചു. ഇസ്ലാമിക ബോധം കുറച്ച് കുറവായിരുന്നു എന്നർത്ഥം ഉമ്മക്ക്. എന്നിട്ട് അത്ഭുതം കണ്ടു. ഉമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നത് സാധാരണ സ്കൂളിലേക്കൊക്കെ വരിക, ഹാഫ് കൈ ഒക്കെ ഇട്ടിട്ട് തട്ടൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇട്ടാണ്ടായിരുന്നു ഉമ്മ വരിക. അടുത്ത പ്രാവശ്യം പാരന്റ്സ് മീറ്റിന് ഉമ്മ വന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. ഫുൾ മഫ്തയൊക്കെ ഇട്ട് ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് ആണ് ഉമ്മ വന്നത്. ഞാൻ പറയുന്ന നോക്കണം, ഈ കുട്ടി മാറി, കുട്ടിയുടെ സ്വഭാവം മാറി. ക്ലാസ്സിൽ മറ്റുള്ള അധ്യാപകർ പറഞ്ഞു നല്ല മാറ്റം എടുക്കുന്നു. കുട്ടി മാറിയെന്ന് മാത്രമല്ല, ഉമ്മക്ക് വരെ ഇത് ബാധിച്ചു. പറയുന്നത് ഒരു അടി അടിച്ചതാണ് ഇവിടെ. തെറ്റിന്റെ സ്വഭാവം ഞാൻ പറഞ്ഞു കൊടുത്തു, തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുത്തു, ഉപദേശിച്ചു. ഇതൊക്കെ ഈ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് ശിക്ഷിച്ചപ്പോൾ അത് പോസിറ്റീവായി മാറി. അത് ശരിക്കും ഉൾക്കൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ ശിക്ഷ വരെ പോസിറ്റീവായി മാറി. അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് നമുക്ക് കാണണം. നിരന്തരം ശിക്ഷിക്കുകയാണെങ്കിൽ
അത് കുട്ടിയെ നിഷേധിയാക്കി മാറ്റും. നമ്മൾ നിരന്തരം ശിക്ഷിക്കുന്നുണ്ട്. എപ്പോഴും അടി കിട്ടുന്ന കുട്ടികളുണ്ട്. വീട്ടിൽ നിന്ന് ഏത് സമയത്തും വലിയ 2 വടികൾ വരുമ്പോ തന്നെ കാണും. എപ്പോഴും അടിയായിരിക്കും കുട്ടികൾ. അങ്ങനത്തെ കുട്ടികൾ ഒരു നിഷേധിയായിരിക്കും. സ്കൂളിൽ വന്നാൽ കുട്ടികൾ ഭയങ്കര നിഷേധ സ്വഭാവമായിരിക്കും. ചില കുട്ടികൾ അങ്ങനെ കാണാം. സ്കൂളിൽ നിന്നൊക്കെ ചില കുട്ടികൾക്ക് അടി കിട്ടുമ്പോൾ ഇതൊന്നും എനിക്ക് വിഷയമല്ല, എന്റെ ഉമ്മാനൊക്കെ ഉപ്പാനായിട്ട് ഇതിനായിട്ട് വലുത് കിട്ടലുണ്ടെന്നുള്ള ഭാവത്തിലൊക്കെ അടി കൊള്ളുക. ഭയങ്കര നിഷേധിയായിരിക്കും. ഹിറ്റ്ലറിന്റെ കഥ നമ്മൾ പറഞ്ഞല്ലോ. ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന മനുഷ്യനാണ് ഹിറ്റ്ലർ. അപ്പൊ ആ ഹിറ്റ്ലർ ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്, മെയിൻ കാഫ്, എന്റെ പോരാട്ടം. അതിൽ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ആവാനുള്ള കാരണം എന്റെ മുത്തച്ഛനാണ്. എന്റെ മുത്തച്ഛൻ ചെറുപ്പത്തിൽ എന്നെ പേര് പോലും വിളിക്കാറില്ല, എന്നെ വിസിലടിച്ചുകൊണ്ട് വിളിക്കുക, എന്നിട്ട് വരച്ച വരയിലായി നിർത്തുക. ഭയങ്കര മോശമായ പാരന്റിങ് ആയിരുന്നു. വരച്ച വരയിൽ നിർത്തിയിട്ട് കർശന സ്വഭാവമായിരുന്നു. എന്നിട്ട് നല്ല ശിക്ഷ നൽകിയിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചാണ് ഇതിന് ഞാൻ പകരം മാറിയത്. മറ്റൊന്ന്, രക്ഷിതാവാണ് ഉത്തമ മാതൃക. കുട്ടിയുടെ ഏറ്റവും വലിയ മാതൃക ഹീറോ നമ്മളായിരിക്കണം. നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇപ്പോ നമ്മൾ പറയാറുണ്ടല്ലോ, കുട്ടിക്ക് ഫോൺ ഉപ്പാക്ക് ഫോൺ വന്നു. ഉപ്പാക്ക് ഫോൺ വന്നിട്ട് കുട്ടിയോട് എടുത്തിട്ട് പറയും ചിലപ്പോ, ഉപ്പോടെ ഇല്ലാന്ന് പറഞ്ഞാൽ ഫോൺ വന്നപ്പോ ആരാന്ന് മനസ്സിലായപ്പോ ഉപ്പോടെ ഇല്ലാന്ന് പറഞ്ഞ കുട്ടികളുടെ എടുത്ത് പറയാം, ഉപ്പോടെ ഇല്ലാലോ. അറിയാതെ സത്യം പറഞ്ഞു. അപ്പോ ഇവിടെ എന്താ ശരിക്കും ചെയ്യുന്നത്? റോൾ മോഡൽ ആവേണ്ട ഉപ്പ കുട്ടിക്ക് തെറ്റ് പറഞ്ഞു, കുട്ടിക്ക് കളവ് പറയാന്ന് പഠിപ്പിച്ചു. പണ്ട് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ബസ്സിൽ പോകുമ്പോ ചെറിയ കുട്ടികളാണെങ്കിൽ കാശ് കൊടുക്കൂലല്ലോ. അങ്ങനെ കുട്ടിക്ക് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ ഉമ്മയും കുട്ടിയും യാത്ര ചെയ്യുകയാണെങ്കിൽ ഉമ്മനോട് കണ്ടക്ടർ ഉമ്മ പറയാം, ഒരു കൊണ്ടോട്ടി അല്ലെ, കൊണ്ടോട്ടിക്ക് യാത്ര ചെയ്യും. അപ്പൊ കുട്ടിക്ക് ചിലപ്പോൾ കുറച്ച് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. കുട്ടിക്ക് പൈസ കൊടുക്കണേ യഥാർത്ഥത്തിൽ. അപ്പൊ ഇവന്റെ എത്ര വയസ്സെന്ന് കേൾക്കുമ്പോ ഉമ്മ ചിലപ്പോൾ പറയാം, അവനക്ക് 3-4 വയസ്സായിട്ടുള്ളൂ പറയുമ്പോ കുട്ടി അല്ലല്ലോ എനിക്ക് 7 വയസ്സായി 8 വയസ്സായിരുന്നു. അപ്പൊ ഈ സമയത്ത് ഉമ്മ കാണിച്ചു കൊടുക്കാണ് തെറ്റി എങ്ങനെ പറയണമെന്ന് പഠിപ്പിച്ചെടുക്കും. റോൾ മോഡൽ ആവേണ്ടത് നമ്മളെ കണ്ടിട്ടാവും കുട്ടികൾ വളരുന്നത്. അതിന് നമുക്ക് കുറെ വിദ്യാഭ്യാസമാണെന്നൊന്നും ഇല്ല. അത് തെറ്റാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഒരുപാട് വിദ്യാഭ്യാസം വേണമെന്നൊന്നുമില്ല. പാരന്റിങ് നല്ല പഠിക്കണമെങ്കിൽ നമ്മുടെ പ്രവർത്തനം കണ്ടിട്ട് കുട്ടി സ്വാധീനിക്കണം. അങ്ങനെ ഉണ്ടാവല്ലോ ചില സ്വഭാവത്തിന്റെ പെർഫെക്ഷൻ. ആ ഉപ്പാന്റെ നിസ്കാരം, ആ ഉപ്പാന്റെ നടപ്പ്, ആ ഉപ്പാന്റെ പെരുമാറ്റം, മറ്റുള്ളവരുടെ ഡീലിങ്, വേറൊരാൾ വന്ന് അതിയെ സ്വീകരിക്കുന്ന ആ ഒരു സ്വീകാര്യത, ആ ഒരു രൂപം, ഉമ്മയോടുള്ള ആ ഉപ്പാന്റെ പെരുമാറ്റം, ഇതൊക്കെ കണ്ടിട്ട് കുട്ടി വളരുകയാണെങ്കിൽ, നല്ല രീതിയിലാണെങ്കിൽ കുട്ടിയുടെ റോൾ മോഡൽ എപ്പോഴും ഉപ്പയായിരിക്കും. അപ്പൊ നമ്മളാവണം രക്ഷിതാവണം നമ്മൾ കുട്ടികളുടെ റോൾ മോഡൽ. കുട്ടികൾ കണ്ടിട്ടാണ് പഠിക്കുന്നത്. കേട്ട് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ടുപഠിക്കുന്നു. കാഴ്ച കൂടുതൽ സ്വാധീനിക്കും. കേട്ട് പഠിക്കുന്നതിനപ്പുറമാണ് കാഴ്ച എന്നത്. കുറച്ച് LCD പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടി ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും. കണ്ടുപഠിക്കും. വ്യത്യാസം. അപ്പൊ കുട്ടിയും കണ്ടിട്ടാണ് കൂടുതൽ പഠിക്കുന്നത്. അപ്പൊ നമ്മളുടെ കൂടുതൽ ഉപദേശിക്കൊന്നും വേണ്ട, നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇതുവരെ നമ്മൾ അങ്ങനെയല്ലേ, ഇനിയിപ്പോ മാറിയാലും മോശമല്ലേ, അതൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. മാറ്റം എന്നാണ് ഒരാൾ ആഗ്രഹിക്കുന്നത് അന്ന് മുതൽ അയാൾ പക്ഷെ മനസ്സ് വെക്കണം. മനസ്സ് വെച്ചാൽ മാറാൻ കഴിയുന്നില്ല. 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 3 രീതിയിൽ കുട്ടികളെ വളർത്താം. അതിനെ പെട്ടെന്ന് പറയാം. 3 രീതിയിലാണ് പാരന്റിങ്. ഒന്ന്, മൈ വേ ഓഫ് പാരന്റിങ്. അതായത് ഞാൻ പറഞ്ഞ പോലെ രക്ഷിതാവിന്റെ വഴി, ഞാൻ പറഞ്ഞ അതേപോലെ വരച്ച വരയിലുള്ള പാരന്റിങ്. വരച്ച വരയിൽ കൃത്യമായിട്ട് അതേപോലെ ചെയ്ത് ഇന്ന സമയത്ത് ഇവിടെ എത്തി, ഇന്ന പ്രകാരം ചെയ്ത് ഇതിന്റെ അപ്പുറം പോകാൻ പാടില്ല, ഫുൾ
പട്ടാള ചിട്ടയിൽ വളർത്തുക, അത് ശരിക്കും തെറ്റാണ്. ചില രക്ഷിതാക്കളുടെ സ്വഭാവം അവരുടെ കൃത്യമായിട്ട് അതിനപ്പുറം ഒരു സ്വാധീനം കൊടുക്കാതെ അത് ചെയ്യും. അത് ചിലപ്പോൾ കുട്ടികളെ മോശമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് പിന്നീട് അവസരം കിട്ടുമ്പോൾ വേറെ സ്ഥലത്തൊക്കെ അവർ ചൂഷണം ചെയ്യും, അതിലേക്കായി മാറും. രണ്ടാമത്തത് യുവർ വേ ഓഫ് പാരന്റിങ്, നിന്റെ വഴി. കുട്ടി എങ്ങനെ പറയുന്നു, കുട്ടി എങ്ങനെ പറയുന്നു അതേപോലെ ചെയ്തു കൊടുക്കുക. ഏത് കാര്യവും കുട്ടി പറയുന്ന അതേപോലെ ചെയ്തു കൊടുക്കുക. എന്ത് പറയും, മൊബൈൽ വേണമെന്ന് ചെറിയ കുട്ടി എന്നായിക്കോട്ടെ മൊബൈൽ നടന്നു വാങ്ങിക്കൊടുക്കുക. ഉദാഹരണം, കുട്ടിയുടെ പ്രായമോ അവന്റെ പക്വതയോ ഒന്നും പരിഗണിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, തെറ്റാണ്, അതും ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ അവർ വേ ഓഫ് പാരന്റിങ്, നമ്മുടെ വഴി. കുട്ടി പറയുന്നതും നമ്മൾ പറയുന്നു, രണ്ടിന്റെയും ഇടയിലാണ് പാരന്റിങ് വരേണ്ടത്. രണ്ടിന്റെ ഒരു ഇടയിൽ ചില സംഗതികൾ കുട്ടി പറയുന്നത് ചെയ്തു കൊടുക്കേണ്ടി വരും. അത് നല്ല കാര്യമാണ്, പോസിറ്റീവ് ആണെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുക. തെറ്റാണെങ്കിൽ കുട്ടിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക, എന്നിട്ട് അത് വാങ്ങേണ്ട മോനെ, അതിനേക്കാൾ ഉപകാരം ഇതാണെന്ന് പറഞ്ഞ് മാറ്റിക്കൊടുക്കുക. അപ്പൊ നമ്മളും കുട്ടിയും തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റിലാണ്. ആ ഒരു രീതിയിലുള്ള പാരന്റിങ് ആണ് യഥാർത്ഥ പാരന്റിങ്. വിശദീകരിക്കുന്നില്ല. മക്കളുടെ വിദ്യാഭ്യാസം ചുരുക്കി പറയും, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് വിദ്യാഭ്യാസത്തിന് തന്നെയാണ്. നാം പറഞ്ഞു, വിദ്യാഭ്യാസം തുടങ്ങുന്നത് ഒരിക്കലും സ്കൂളിലോ നഴ്സറിയിലോ ചേർത്തുമ്പോഴല്ല, ചെറുപ്പത്തിൽ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെയാണ്. എന്നാൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം സ്കൂളിൽ നിന്നൊക്കെയാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കുട്ടിയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക, വീട്ടിൽ അതിനുള്ളൊരു അവസരം നമ്മൾ സൃഷ്ടിക്കുക. വീട്ടിൽ കുട്ടിക്ക് പഠിക്കാനുള്ള നല്ല സ്വാതന്ത്ര്യം കൊടുക്കുക, നമ്മൾ ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷെ നമ്മുടെ പ്രോത്സാഹനം കൊണ്ട് കുട്ടി മുന്നേറും. ഇപ്പൊ എല്ലാ മക്കളുടെ ഉപ്പമാരും ഉമ്മമാരും നല്ല BA ഒക്കെ പാസ്സായിക്കൊള്ളുന്നില്ല. വളരെ 7ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെ പഠിച്ചവരായിരിക്കും. പക്ഷെ നമ്മുടെ പ്രോത്സാഹനം കൊണ്ട് കുട്ടി എത്രയും പഠിപ്പിക്കും. വിദ്യാഭ്യാസത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ടതുണ്ട്, അപ്പൊ നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കാം, നേരമില്ല. മറ്റൊന്ന് അവസാനമായി പറയാനുള്ളത്, അപ്പൊ ഇത്രയും പറഞ്ഞത് ഒരു വീട്ടിൽ എങ്ങനെ സ്നേഹം വളർത്താം, ഒരു കുടുംബം എങ്ങനെ സന്തുഷ്ട കുടുംബം ആവാം, എങ്ങനെ ഉപ്പമാർ റോൾ മോഡൽ ആവാം, എങ്ങനെയാണ് വീട്ടിൽ സമാധാനം ഉണ്ടാവുന്നത്, സമാധാന കേന്ദ്രം വീടായി മാറുന്നത് എങ്ങനെ, ഇത്തരം വിഷയങ്ങൾ ഒന്നുമില്ല. ഈ പറഞ്ഞ വിഷയങ്ങൾ മാത്രമൊന്ന് ചെറിയ തോതിൽ മനസ്സ് വെച്ച് ഒന്ന് സ്വീകരിച്ച് അതേപോലെ ഒന്ന് പെരുമാറുകയാണെങ്കിൽ, ആ ഒരു രീതിയിൽ നമ്മുടെ വീട് ആക്കി മാറ്റുകയാണെങ്കിൽ നല്ല മാറ്റം വരും. ഒരിക്കലും മടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിലപ്പോൾ മടി ഉണ്ടാവും, ഇനി മുതൽ അങ്ങനെ മാറുക എന്നുള്ളതൊക്കെ ഒരു പ്രയാസമാണ്. ഏതായാലും 10-40 വയസ്സായില്ലേ, ഇനിയിപ്പോ കുറെ മാറിയിട്ടാൻ എന്നൊക്കെ വിചാരിക്കും. അല്ല, ഇതിന്റെ ബെനിഫിറ്റ് നിങ്ങളുടെ കുട്ടികൾക്ക്, അതിന്റെ ബെനിഫിറ്റ് അവരുടെ വരുന്ന തലമുറക്ക് മൊത്തം ബാധിക്കും. ഇന്ന് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ മാറ്റിയേ പറ്റും. സന്തുഷ്ട കുടുംബത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവണം. അവസാനത്തെ കാര്യം പറയാം, ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിക്കും ചിന്തിക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ ക്ലൈമാക്സ്, ഏറ്റവും പാരന്യം. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ 3 കാര്യം ഉണ്ടാവുള്ളവൻ. അതിലൊന്ന് സ്വതക്കത്തും ജാരിയായ സ്വതക്ക കൊടുത്ത ആളാണ്. അതിന്റെ ബെനിഫിറ്റ്, അതിന്റെ ഒരു ഉപകാരം അവന്റെ ഖബറിലേക്കും കിട്ടിക്കൊണ്ടിരിക്കും. 2 വഇൽമുൻ യന്തഫിഉ, വിജ്ഞാനം. അവൻ ഈ ലോകത്ത് ഒരുപാട് വിജ്ഞാനങ്ങൾ അഭ്യസിച്ച ആളാണ്. പഠിക്കുകയും അവർക്ക് ചിപ്പുകൾ രചിക്കുകയും ഒക്കെ ചെയ്ത ആളാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അത് ആളുകൾ ഇങ്ങനെ വായിക്കും, ക്ലാസ് അതിനനുസരിച്ച് ഏതെങ്കിലും ഒരാൾ പ്രവർത്തിച്ചാൽ അതിന്റെ ഇത് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ്. 3ാമത്തത് വലതും സ്വാലിഹും യദ്ഊലഹു. ശരിക്കും ശ്രദ്ധിക്കണം. 3ാമത് പറയുന്നത് 3 കാര്യമാണ്
മരണശേഷം നമുക്ക് ഉപകാരപ്പെടാം. മൂന്നാമത്തത് വലതും സ്വാലിഹും യദഊലഹു, സ്വാലിഹായ സന്താനം യദഊലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മയ്യത്തിന് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി മരണശേഷം ഖബറിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടോ നമ്മൾ കഴിച്ചില്ല, ഈ ലോകത്തും കഴിച്ചില്ല. അപ്പൊ അത്തരം മക്കളെ വളർത്തിയെടുക്കാൻ നമ്മൾ നോക്കണം. അതിനുള്ള വഴികൾ എന്താ, അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ നമ്മൾ പറഞ്ഞ ഇസ്ലാമിക വഴികൾ മനസ്സിലാക്കി അതേപോലെ പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
സ്നേഹിതരെ കേൾക്കുവിൻ, സമസ്ത എന്നൊരു പേര് സാത്വികരാം പണ്ഡിതർ കാട്ടിത്തന്ന നേര്. സുന്നി പ്രസ്ഥാനത്തിൻ നെടും തൂണാണ്, സുന്നത്ത് ജമാഅത്തിൻ തിളക്കമാണ്. സുന്നി പ്രസ്ഥാനത്തിൻ നെടും തൂണാണ്, സുന്നത്ത് ജമാഅത്തിൻ തിളക്കമാണ്. പേര് സമസ്തയും മശഹൂറാണ്. മുസൽമാന്റെ ഇസ്സത്തൊന്നാണ്, ജമാഅത്തിൻ തിളക്കാണ്. പേര് സമയം അശുറാണ്. മുസൽമാന്റെ ഇസ്സത്തൊന്നാണ്. കാണിച്ചുള്ള മാർഗം കരങ്ങൾ കോർത്ത് പൂലയാതുറപ്പിച്ചു കൽബിൽ നിയ്യത്ത്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ശറഫായി വിളങ്ങുന്ന പൂക്കോയ തങ്ങൾ. ഉസ്താദെന്ന ബഹുമാനിയോ ഹഖായി ഉയർത്തിയേ സമസ്ത മണ്ണിൽ. മമ്പൂരം തങ്ങളെന്നോ ഉമർ ഖാസിയും മാന്യ മഹാനോരാം പാല് മുസ്ലിയാരും കാട്ടി തന്നിട്ടുള്ള ദീനി മാതൃക സുന്നി മക്കൾക്കെല്ലാം വിശുദ്ധ ഓട്ടുമല ഉസ്താദ് ഉത്സാഹത്തോടെ ഓട്ടം ഏൽപ്പിക്കാതെ വളർത്തി പാടേ. സമസ്ത ദീനി നാട്ടിക ഉസ്താദിനായി കരങ്ങൾ താങ്ങി. ഉമറലി തങ്ങളെന്നോ കരുത്ത് കൂട്ടി ഉന്നത മൂല്യം
ഒന്നുമില്ലാതായി പണ്ഡിതരൂട്ടി എടുത്തതാണ് പണ്ടും പണ്ടേയുള്ള സമസ്ത ഒന്ന് സുന്നി പ്രസ്ഥാനത്തിൻ നെടും കൂടാണ് സുന്നത്ത് ജമാഅത്തിൻ തിളക്കമാണ് പേര് സമസ്തയും മശഹൂറാണ് ഊരിൽ മുസൽമാന്റെ ഇസ്സത്തുണ്ടാണ് സുന്നി പ്രസ്ഥാനത്തിൻ നെടും തോടാണ് സുന്നത്ത് ജമാഅത്തിൻ തിളക്കമാണ് പേര് സമസ്തയും മശഹൂറാണ് ഊരിൽ മുസൽമാന്റെ ഇസ്സത്തൊന്നാണ് ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون صدق الله مولانا العليم وصدق وبلغ نبيه الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف الناصر الكرم ബഹുമാന്യനായ പാലോട്ടുപള്ളി മുദരിസ് അബ്ദുൽ കരീം ദാരിമി ഉസ്താദ് അവറുകളെ, ബഹുമാന്യനായ ഖത്തീബ് മൗദ് ഫൈസി അവറുകളെ, ബഹുമാനപ്പെട്ട മഹല്ല പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ നജി, ബഹുമാനപ്പെട്ട സ്നേഹിതൻ ഷംസു തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരെ, നല്ലവരായ സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് തീരെ ശരിയില്ല കേട്ടോ, മുന്നോട്ട് വരാം. ആ ബാക്ക്ഗ്രൗണ്ട് ബോക്സ് വെച്ചിട്ടില്ല, എല്ലാം കുളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യമാസത്തിന്റെ ബറക്കത്തുകൊണ്ട്, ഈ മജ്ലിസിന്റെ ഹക്കുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും എല്ലാവർക്കും വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ ഖബറുകളെ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് പരിപൂർണ മുഅ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനികളെ, പ്രസിദ്ധമായ പാലോട്ടുപള്ളി മക്കാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ
പരിപാടിയിലാണ് നമ്മളുള്ളത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ അവരുടെ പേരിൽ ഇങ്ങനെ ഒരു സദസ്സുണ്ടാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ സൗഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ ഇതുപോലെയുള്ള സദസ്സ് കാരണമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നിലനിൽപ്പ് തന്നെ മഹാന്മാരോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ഇന്നലെ ആരംഭിച്ചിട്ടുള്ള ഈ മഹത്തായ പരിപാടി അല്ലാഹു അനുഗ്രഹിച്ചാൽ 12 ദിവസം വളരെ വിപുലമായ പരിപാടികളോടുകൂടി ഇവിടെ നടത്തപ്പെടുകയാണ്. അല്ലാഹു എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ ഒരു പ്രത്യേകമായ വിഷയം ഒപ്പിച്ച് സംസാരിക്കാനാണ് ചുമതലപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് തന്നെ ഞാൻ വരികയാണ്. ആദ്യ ദിവസമായതുകൊണ്ടാവണം വേണ്ട രൂപത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, യൗവനം നല്ല നാളേക്ക് എന്നുള്ള വിഷയമാണ് ഈ കാലഘട്ടത്തിൽ വളരെയേറെ അനിവാര്യമായതുമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ ആമുഖങ്ങളൊന്നുമില്ലാതെ വിഷയത്തിലേക്ക് കഴിച്ചിട്ടുണ്ട്. നവയൗവനം, യൗവനത്തിന്റെ തുടക്കം എന്നത് ആ പ്രായത്തിലുള്ളവരെ സംബന്ധിച്ച് വളരെയേറെ സംഘർഷഭരിതമായ ഒരു കാലഘട്ടമാണ്. ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സ്വപ്നങ്ങളും എല്ലാം അവർക്കുണ്ടാകുമെന്ന് മാത്രമല്ല, എങ്ങനെ മുന്നോട്ടു പോകണമെന്നുള്ള അങ്കലാപ്പും ആ പ്രായത്തിൽ ധാരാളമായി ഉണ്ടാകും. ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന പുതിയ വാർത്തകളൊക്കെ ഈ പുതിയ യൗവനത്തിന്റെ തുടക്കത്തിലുള്ള കുട്ടികളുടെ കഥകളാണ്. ഭൗതിക കലാലയങ്ങളിലും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിന്റെ മറ്റു മേഖലകളിലുമൊക്കെ തന്നെ ഒരിക്കലും നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള വാർത്തകളാണ് അത്തരം കുട്ടികളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ മാർഗദർശനം നൽകുന്ന അവസ്ഥ പലപ്പോഴും ഇല്ലാതെയായിട്ടുണ്ട് എന്നുള്ളത്, വേണ്ട രൂപത്തിൽ രക്ഷിതാക്കൾക്ക് അതിന് സാധിക്കുന്നില്ല എന്നുള്ളത് അതിനൊരു കാരണമാവാം. അതുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണം, ഈ വിഷയത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത് പുതുതലമുറക്ക്, നവയൗവനത്തിന്റെ മധുരം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു മാർഗരേഖ എന്ന നിലയിൽ ഏതാനും ചില ഉപദേശ നിർദ്ദേശങ്ങളാണ് ഈ വിഷയത്തിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നത്. ഹക്ക് പോലെ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു മഹത്തായ അനുഗ്രഹമാണ് യൗവനം, യുവത്വം എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. യൗവനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ശരിയായ ദിശാബോധം നൽകേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം ആ പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം എങ്ങനെ മുന്നോട്ട് പോകണമെന്നും ഒരു നല്ല ഭാവിക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഒരു നല്ല നാളേക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നും വ്യക്തമായ കാഴ്ചപ്പാട് ആ പ്രായത്തിൽ ഉണ്ടാവണമെന്നില്ല.
ഏറ്റവും കൂടുതൽ ഉപദേശ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അവരെ മനസ്സിലാക്കി നന്മയിലേക്ക് നയിക്കേണ്ടുന്ന അനിവാര്യമായ ഘട്ടമാണ് ആ പ്രായം എന്ന് പ്രത്യേകം നാം മനസ്സിലാക്കണം. വളരെ പ്രധാനമായി നമ്മുടെ കുട്ടികൾ ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം ഒരു നല്ല നാളേക്ക് വേണ്ടി, ഒരു നല്ല ഭാവിക്ക് വേണ്ടി എന്തൊക്കെ കരുതി വെക്കണം എന്നതിനെ സംബന്ധിച്ച് നമുക്കൊന്ന് അല്പം ചർച്ചയിലേക്ക് വരാം. ആദ്യമായി ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു നല്ല ഭാവിയെ സ്വപ്നം കാണാത്ത ആരും മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാവില്ല. എല്ലാ ആളുകളും ഒരു നല്ല ഭാവി, ഒരു നല്ല ജീവിതം സ്വപ്നം കാണുന്നവരാണ്. പക്ഷേ ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് തിരിഞ്ഞു നടക്കുന്ന അവസ്ഥ, അതാണ് ഏറെയും നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ, ഹദീസുകൾ എല്ലാ വിഷയത്തിലും എന്ന പോലെ ഈ വിഷയത്തിലുമുണ്ട്. വളരെ പ്രധാനമായി അറിവിന് പ്രാധാന്യം നൽകേണ്ട ഒരു പ്രായമാണത്. ധാരാളമായി ആത്മീയമായ അറിവ്, ഈ അറിവ് കൊണ്ട് മാത്രമേ നമുക്ക് ദുനിയാവിന്റെ പ്രതിസന്ധികളെ, നാം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് മതപരമായ വിജ്ഞാനമാവട്ടെ ആ പ്രായത്തിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. 1ാം ക്ലാസ് മദ്രസകളിലുള്ള ആ കുട്ടികളുടെ ബാഹുല്യം 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും എത്തുമ്പോൾ കാണാറില്ല. ചുരുങ്ങി വരികയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മതവിദ്യാഭ്യാസം അവസാനിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥാവിശേഷം ഇന്ന് സംജാതമായി. ധാരാളം മദ്രസകളും പഠിക്കുവാനുള്ള സൗകര്യങ്ങളും പള്ളി ദർസുകളും ഒക്കെ ഉണ്ടെങ്കിലും പുതിയ തലമുറ മതവിദ്യാഭ്യാസത്തിൽ നിന്ന് അല്പം അകലെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഇംഗ്ലീഷ് മീഡിയങ്ങളുമായി ബന്ധപ്പെട്ട് വളരുന്ന കുട്ടികളാവട്ടെ, അവർക്ക് മതവിദ്യാഭ്യാസം അതിനേക്കാൾ കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ഈ നവയൗവനം, പുതുയൗവനം വളരെ ശ്രദ്ധിക്കേണ്ടത് ഇൽമിന് വേണ്ടിയാണ്. എല്ലാ സമയത്തും നമുക്ക് ഇൽമ് നേടിയെടുക്കുവാനും ഇൽമ് സമ്പാദിക്കാനും നമുക്ക് കഴിയില്ല. അതിന് പറ്റിയ ഒരു സുവർണാവസരമാണ് ആ യൗവനത്തിന്റെ തുടക്കം. നമ്മുടെ ചിന്തകൾ വികസിക്കുന്ന സമയത്ത്, ചെറുപ്പത്തിൽ മദ്രസയിൽ നിന്ന് പഠിച്ചതുപോലെ അല്ല. മദ്രസയിൽ നിന്ന് പലപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ചെറിയ പ്രായമാണ്. ആ ചെറിയ പ്രായത്തിൽ ഒരു പക്ഷേ മറ്റാർക്കെങ്കിലും വേണ്ടിയായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. വേണ്ട രൂപത്തിൽ നമ്മളിത് സ്വാധീനിച്ചിട്ടുണ്ടാവില്ല. ഈ യൗവനത്തിന്റെ തുടക്കം നമ്മുടെ ചിന്ത വികസിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് സംശയങ്ങൾ രൂപപ്പെട്ടു വരുന്ന സമയമാണ്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്ന സമയമാണ്. ആ സമയത്ത് വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും കർമ്മശാസ്ത്രത്തിലേക്കും ഒക്കെ നമ്മൾ ഇറങ്ങി വന്നാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തലബുൽ ഇൽമി ഫദീലത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഇൽമു പഠിക്കൽ, ഇൽമിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കൽ എല്ലാ മുസ്ലിമായ പുരുഷനും മുസ്ലിമായ സ്ത്രീക്കും നിർബന്ധമാണ്. വിജ്ഞാനം, മതപരമായ അറിവ്, മരണം വരെ ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം, മരിക്കുന്നത് വരെയുള്ള നമ്മുടെ ജീവിതത്തിന്റെ സർവ്വകാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ദീൻ, ആ ദീനിയായ അറിവ് പഠിക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അറിവ് സമ്പാദിക്കുക എന്നുള്ളത് അവന് നിർബന്ധമാണ്. പുരുഷനായാലും സ്ത്രീയായാലും ഇൽമു പഠിച്ചേ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പടച്ച സൃഷ്ടികളിൽ മനുഷ്യർക്ക് മാത്രം നൽകിയിട്ടുള്ള പ്രത്യേകതയാണ് ഇൽമ്, അറിവ് എന്നത്. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു തൗഫീഖ്, അങ്ങനെ ഒരു സൗഭാഗ്യം നൽകിയിട്ടില്ല. മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ് ഇൽമ്. സത്യാസത്യങ്ങൾ വേർതിരിച്ച്
നന്മകൾ കണ്ടെത്താനും നന്മകളെ പിന്തുടരാനുമുള്ള അവന്റെ കഴിവ്, ജ്ഞാനം ബാധ്യമുള്ള അത് മാത്രം അതനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ളതാണ്. ഇൽമിനനുസരിച്ച പ്രവർത്തനമുണ്ടാകും. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇൽമ് അമൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അറിവെന്ന് പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. പ്രവർത്തനമില്ലാത്ത ഇൽമ് കൊണ്ട് എന്താണ് പ്രയോജനം? ഇന്ന് സത്യത്തിൽ ഇൽമ് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വഴിമാറുന്നുണ്ട്. ധാരാളമായി വിദ്യാഭ്യാസമുള്ള ആളുകൾ, അറിവുള്ള ആളുകൾ ഈ അറിവ് കൊണ്ട് അമൽ ചെയ്യുന്ന സമയത്ത് മാത്രമേ, പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ സത്യത്തിൽ ആ ഇൽമു കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാവുക. ഉദാഹരണത്തിന്, നമ്മുടെ വീട്ടിൽ വിളക്ക് കൊണ്ടുവന്ന് വെച്ചാൽ അതുകൊണ്ട് ഇരുട്ടിനൊന്നും സംഭവിക്കുന്നില്ല. ആ വീട്ടിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. നേരെ മറിച്ച് ആ വിളക്ക് കത്തിക്കുമ്പോൾ മാത്രമാണ് വീട് പ്രകാശപൂരിതമാകുന്നതും ഇരുട്ട് അകന്നുപോകുന്നതും. പ്രവൃത്തി പദത്തിൽ വരുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നത്. ഒരു നല്ല വിലപിടിപ്പുള്ള വിളക്ക് നമ്മുടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് എന്താ കാര്യം? അത് കത്തിക്കണം, അത് പ്രകാശിപ്പിക്കണം. ആ സമയത്ത് മാത്രമാണ് ഇരുട്ട് നീങ്ങുന്നതും വെളിച്ചമുണ്ടാകുന്നതും വീട് പ്രകാശിക്കുന്നതും. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ ഭാഷകളും അറിയാം. അവൻ ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകണം. ബാംഗ്ലൂരിലേക്ക് പോവാൻ വേണ്ടി റോട്ടിൽ നിൽക്കുന്ന ഒരാള് ഏത് ബസ് വരുമ്പോഴും ആ ബസ്സിന്റെ ബോർഡ് വായിക്കാൻ അവൻ അറിയാം. ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും ബാംഗ്ലൂർ, അതുപോലെ തന്നെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാകും, അതുപോലെ കന്നഡ ഭാഷയിൽ എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ വായിക്കാൻ അറിയുന്ന ഒരു ബഹുഭാഷാ പണ്ഡിതൻ, ആ ബഹുഭാഷാ പണ്ഡിതന് ബസ്സിന്റെ ബോർഡ് വായിക്കാൻ അറിഞ്ഞതുകൊണ്ട് ഈ ബസ് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എപ്പോഴാണ് ബാംഗ്ലൂർ എത്തുന്നത്, അതിൽ എഴുതിയിട്ടുള്ള എല്ലാ ഭാഷകളും വായിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അവൻ ലക്ഷ്യസ്ഥാനത്തെത്തണമെന്നില്ല. ബോർഡ് വായിക്കാൻ അറിയുന്നതുകൊണ്ട്, ഇംഗ്ലീഷും അതുപോലെ തന്നെ കന്നഡയും മലയാളവും അറിയുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവൻ ആ ബസ്സിൽ കയറിയിരുന്നെങ്കിൽ മാത്രമേ, പ്രവൃത്തി ചെയ്തെങ്കിൽ മാത്രമേ അവൻ അവിടെ എത്തുന്നുള്ളൂ, അവൻ അവന്റെ ലക്ഷ്യത്തിലെത്തുന്നുള്ളൂ. ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അറിവെന്ന് പറയുന്നത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ പിന്നെന്തിനാണത്? പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ആ ഇൽമു കൊണ്ടുള്ള പ്രയോജനം? ഒരുപാട് ആയുധങ്ങൾ, ഒരു മേശയുണ്ടാക്കാനുള്ള, ഒരു കട്ടിലുണ്ടാക്കാനുള്ള ഉളിയും വാളും ആമറും എല്ലാ സാധനങ്ങളും, എല്ലാ ആയുധങ്ങളും ഇവിടെ ഉണ്ട്. ഫർണിച്ചർ നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ ആയുധങ്ങളുമുണ്ട്. പക്ഷേ ഈ ആയുധങ്ങളെ കൊണ്ട് പ്രവൃത്തി നടക്കുന്നില്ലെങ്കിൽ, പ്രവൃത്തി പദത്തിൽ വരുന്നില്ലെങ്കിൽ ആ ആയുധങ്ങൾ എന്തിനാണ്? അപ്പൊ ഇൽമി എന്ന് പറയുന്നത് ആയുധമാണ്. അത് അമലിന് വേണ്ടിയുള്ള ആയുധമാണ്. അമല് ചെയ്യുന്നില്ലെങ്കിൽ ഈ ആയുധങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനം മനുഷ്യർക്ക് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിജ്ഞാനം പറയുന്നത് നമുക്കൊക്കെ അറിവുണ്ട്. ഈ അറിവുള്ളതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ സത്യങ്ങളുടെ പതനങ്ങൾ ചെയ്യണം. പക്ഷെ ആ പ്രായത്തിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്ന് ശീലിയില്ലെങ്കിൽ നമ്മുടെ ബാധ പറയും. പുതുതാനത്തിലായി നമ്മളില്ലാതെ വന്നതുകൊണ്ട് ഒരു ഭാഗത്ത് ഇൽമു അവിടെ നിൽക്കുന്നു, അവിടെ നിന്ന് മറ്റത്തിലേക്ക് പോകുന്നു. നല്ലൊരു ശതമാനം ആളുകളും പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ, അതുപോലെ തന്നെ ഹറാമായ രൂപത്തിലുള്ള പല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവർ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ പകർത്താൻ മടി കാണിക്കുന്നവർ, എത്രയെത്ര സൂറത്തുകൾ ചെറുപ്പത്തിൽ നമ്മുടെ ഉസ്താദുമാര് നമ്മളെ പഠിപ്പിച്ചിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു 7ാം ക്ലാസ് വരെ മാത്രം മദ്രസയിൽ പോയിരുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ആ വിദ്യാർത്ഥിക്ക് തബാറക സൂറത്ത് ഉസ്താദുമാര് പഠിപ്പിച്ചിരുന്നു.
യാസീൻ പഠിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ വാഖിയ സൂറത്ത് പഠിപ്പിച്ചിരുന്നു, സൂറത്ത് ദുഹാൻ പഠിപ്പിച്ചിരുന്നു, സൂറത്ത് സജദ പഠിപ്പിച്ചിരുന്നു, സൂറത്ത് ബഹ്ർ പഠിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സുന്നത്തായി രാപ്പകലുകളിൽ ഓതേണ്ട സൂറത്തുകളൊക്കെ നമ്മളെ പഠിപ്പിച്ചിരുന്നു. പക്ഷെ എത്ര ആളുകൾക്കതറിയാം? എത്ര ആളുകൾക്കത് ഓർമ്മയുണ്ട്? നമ്മുടെ പ്രവൃത്തി പദത്തിൽ അത് വരാതിരുന്നത് കൊണ്ട് ഇന്നും നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് യാതൊരു ഫലവുമില്ലാതെ നമ്മൾ മുന്നോട്ട് പോവാൻ. യാസീന് മാത്രം നമുക്ക് കിട്ടും. അത് പലപ്പോഴും നമ്മളിങ്ങനെ കൂട്ടത്തിൽ ഓതുന്നത് കൊണ്ട്, അതും ഒരാളെ സ്വന്തമായി ഓദിപ്പിച്ചാൽ എത്ര കണ്ട് തെറ്റുകൾ ഉണ്ടാകുമെന്ന് കണ്ടറിയണം. കൂട്ടത്തിൽ ഓതിപ്പോകും. പ്രവൃത്തി പദത്തിൽ വരുന്നില്ലെങ്കിൽ ഈ ഇൽമു കൊണ്ട് എന്താണ് പ്രയോജനം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുഭാഷാ പണ്ഡിതനായിട്ട് എന്താണ് പ്രയോജനം? നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്നത്. നമുക്ക് ഉന്നതമായ ഒരു ലക്ഷ്യമുണ്ട്. ഉന്നതമായ ലക്ഷ്യമുള്ളവരാണ് മനുഷ്യർ. ഉന്നതമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ശരാശരി മനുഷ്യനായി ജീവിച്ചാലും പോരാ, നമ്മൾ വിശ്വാസികളാണ്, സത്യവിശ്വാസികളാണ്. മാത്രമല്ല, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളിൽപ്പെട്ട ആളുകളാണ്. ഉമ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം എന്ന് പറഞ്ഞാൽ അത് മറ്റു സമുദായങ്ങളെ പോലെയല്ല. കുന്തും ഖൈർ ഉഖ്രിജത് ലിന്നാസ് കുന്തും ഖൈറ ഉമ്മത്തി വലകുമാണ്. ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഏറ്റവും നല്ല സമുദായം നിങ്ങളാണ്. അത്യാജമാനോട് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. പ്രവാചകത്വ പദവിയേക്കാൾ പ്രവാചകന്റെ അനുയായിയാവാനുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താവാൻ മറ്റ് പ്രവാചകന്മാര് പോലും കൊതിച്ചു പോയിട്ടുണ്ട്. അത്ര നല്ല ദറജയാണ്, അത്ര നല്ല പദവിയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമ ഗുണങ്ങളുള്ള, ഏറ്റവും ഉത്തമ സ്വഭാവമുള്ള ആളുകളായി മാറാനുള്ള കഠിനമായ പരിശ്രമം നടത്തേണ്ട ആളുകളാണ് നമ്മൾ. ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ച് മരിച്ചു പോയാൽ പോരാ, ഉത്തമമായ ഗുണങ്ങളുണ്ടാവണം, ഉത്തമമായ സ്വഭാവമുണ്ടാവണം, ലോകത്തിന് മുഴുവനും മാതൃകയാവണം. അങ്ങനത്തെ ഒരു ജീവിതം നമ്മുടെ പ്രാർത്ഥന തന്നെ അതാണ്. നമ്മുടെ പ്രാർത്ഥന തന്നെ അതാണ്. വിശുദ്ധ ഖുർആനിൽ ചില പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ